ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോയിൽ വന്നിരിക്കുകയാണ് അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടൊന്നും പോലെ പറയരുത്. എന്താ ചേട്ടൻ ചോദിച്ചത്? അല്ല, ഇതിന്റെ ഒരു കോൺട്രവേഴ്സി പുള്ളിയുടെ അതൊന്നും വേറെ ഒരു ലേഡീസ് കേസ് അല്ലേ? അതെ, അതിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേജിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് പേജിന് താഴെ ഇങ്ങനെ ഒരു കുറച്ച് വാക്കുകളൊക്കെ എഴുതിയിട്ട് ഇട്ടേക്കുവാണ്. എനിക്ക് വായിച്ചതാണ് ചേട്ടൻ സ്ക്രീൻഷോട്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് എൻ്റെ പേജിന്റെ താഴെ കൊണ്ടുവരുന്നത്? അപ്പോഴും എൻ്റെ പേര് അതിൽ പറഞ്ഞില്ലല്ലേ? ഇല്ലടാ, ഞാൻ പറഞ്ഞ കേട്ടില്ല. അപ്പോൾ ആ പേജിന്റെ താഴെ കൊണ്ടുവരുമ്പോൾ പറഞ്ഞു എൻ്റെ പേജിന്റെ താഴെ നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവരന്നേരം എന്നോട് ശത്രുതയെന്ന് തോന്നുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിന്റെ താഴെ വന്നിട്ട് മുടി വെട്ടുള്ള കുളിക്കാത്തവരൊക്കെ പറഞ്ഞ് കമന്റ് ഇടുക. അങ്ങനെയാണ് നമുക്ക് പരിചയം ഇവരായിട്ട് കമന്റിലൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ്, ഞാൻ കുളിക്കാണ്ടിരിക്കും മുടി വെട്ടാണ്ടിരിക്കും എന്ത് ചെയ്യും, അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ശത്രുതയെ. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് നിഷ PS, അലിയേട്ടൻ്റെ പെണ്ണ അൻസി പ്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ ആ പ്രൊഡ്യൂസർ എന്തിട്ടാലും അതിൻ്റെ താഴെ പോയി ഈ പറയുന്ന ആൾ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും വിഷമമായി. അവരും പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എൻ്റെ യൂട്യൂബിൽ വന്ന് കമൻറ്റ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് എന്തിനാണ് എങ്ങനെ ചെയ്യുന്നത് പറയുമ്പോൾ നിഷയോട് ഇദ്ദേഹം പറയുകയാണ്, ആ വ്യക്തി പറയുകയാണ് നിങ്ങളല്ല പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണേന്നൊക്കെ. അങ്ങനെയൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോയിൽ വന്നിരിക്കുകയാണ് അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചെന്നല്ല, എന്തോ കൂട്ട് അലിൻ ജോസ് പെരേര അവർക്കെതിരെ കളിച്ചു, എതിരെ കളിച്ചു, പിന്നെന്താണ് വീഡിയോ കോൾ ചെയ്ത് മോശം വീഡിയോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു രീതിയിൽ. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, നമുക്ക് സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും തെറ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തും പറയാന്നല്ല. പിന്നാളൊരു മനോരമ ന്യൂസിൽ പറഞ്ഞിരുന്നു വായിക്ക് തോന്നുന്നു കോതയ്ക്ക് പാട്ടൊന്നും പോലെ പറയരുത്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലോ, നമുക്ക് എന്തെങ്കിലും സ്റ്റേഷനിൽ ചെന്നിട്ട് അതാണ് ശരിക്കും ഒരു ട്രാൻസ് വുമണിന് അവർക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ, തെളിവൊക്കെ ഉണ്ടെങ്കിൽ, FIR ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ സ്റ്റേഷനിൽ പോയ കാര്യം ഈ ഓൺലൈൻ മീഡിയക്ക് വേണ്ടി പറഞ്ഞ എന്താണ്? തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവര് എന്തോ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളെ കുറച്ച് പേപ്പർ ഇടുന്നൊക്കെ ഇന്നാളെ ഏതോ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു. അതിനെ കുറിച്ച്